മനുഷ്യന്മാര് പലവിധമാണ്, പല സ്വഭാവക്കാരാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അവരവർ ചെയ്യുന്നു. പിന്നെ ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരും എന്നാ പറയുന്നു? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു? ഒരുപാട് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ എന്താ പറയുക, നാട്ടിൽ നല്ല മഴയാട്ടോ. നല്ല മഴയെന്ന് വെച്ചാൽ 2 ദിവസം കൊണ്ട് ഭയങ്കരമായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ കണ്ട വീഡിയോസ് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. വളരെ വ്യക്തമായിട്ടുണ്ട്. 1 വർഷമായി ഇപ്പൊ ഈ കളി അങ്ങനെ തുടങ്ങിയിട്ട്. നാളെ ഒരാൾക്കും എന്റെ ഗതി ഉണ്ടാവരുത്. എന്നെ വേണ്ടാത്തത് കൊണ്ടാണല്ലോ ഇപ്പൊ അവള് രാപകലില്ലാതെ അന്യപുരുഷനെ വിളിച്ച് വീട്ടിൽ കയറ്റിക്കൊണ്ടിരുന്നത്. അപ്പൊ പിന്നെ ഞാൻ ഇനി മാപ്പ് കൊടുക്കുന്നതിന് എന്താ അർത്ഥമുള്ളത്? രാത്രിയും കാലങ്ങളും ഇങ്ങനെ ഞാൻ ഇവരെ നേരിട്ട് വീണ്ടും പിടിച്ച പിന്നെ ഒരു കുറ്റസമ്മതം അല്ല അവിടെ നടക്കാൻ പോകുന്നത്. ഇതായിരുന്നു ആ വീഡിയോ. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. എന്താന്ന് വെച്ചാൽ, വീൽ ചെയറിൻ്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ജീവിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സപ്പോർട്ടായിട്ട് വന്ന ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു പെണ്ണ് അദ്ദേഹത്തെ ചതിച്ചിട്ട് പോവാന്നൊക്കെ പറയുമ്പോൾ, അതും സാമ്പത്തികമായിട്ട് മൊത്തത്തിൽ തകർത്തിട്ട് പോവാന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര, അയാൾ കെട്ടിപ്പടുത്തുണ്ടാക്കിയ സംഭവങ്ങളെല്ലാം നശിപ്പിക്കുക എന്നൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന സംഭവമാണിത്. മക്കളുള്ളവരായാലും മക്കളില്ലാത്തവരായാലും ഒക്കെ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നത് നമ്മൾ കാണുന്നതാ. പക്ഷെ ഇതെന്ന് വെച്ചാൽ എല്ലാം അറിഞ്ഞുകൊണ്ട് അയാളെ ജീവിതത്തിലേക്ക് വന്നിട്ട് അയാളെ ചതിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ഭയങ്കര ഒരു വൃത്തികെട്ട ഒരു പരിപാടി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ടെസ്റ്റ് അതൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ നല്ല കട്ട ചങ്കായിട്ടുള്ളൊരു ഫ്രണ്ടാണ് അദ്ദേഹത്തെ ചതിക്കുന്നത്. അപ്പോൾ അവരെ കല്യാണം നടത്തി കൊടുത്തതും ഒക്കെ അതിലൊക്കെ അയാൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ഒരു എന്താ പറയുക, കൂട്ടുകാരനെ സെലക്ട് ചെയ്യണമെങ്കിലും ഒരു കൂട്ടുകാരിയെ സെലക്ട് ചെയ്യണമെങ്കിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടെന്ന് പല പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. നമ്മളൊക്കെ കൂട്ടുകാരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന, അതായത് വീൽ ചെയറിൻ്റെ സഹായത്തിലൊക്കെ ജീവിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ചെയ്യാനേ നോക്കൂ. ഇത് എന്താ പറയുക, ഉപദ്രവം. 2 പേരും കൂടിയിട്ട് അയാളെ നശിപ്പിക്കുന്ന രീതിയിൽ ചെയ്തു. അയാൾ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങളൊന്ന് കേട്ട് നോക്കുക, അപ്പോൾ മനസ്സിലാവും. എന്നെ വേണ്ടാത്തത് കൊണ്ടാണല്ലോ ഇപ്പൊ അവള് രാപകലില്ലാതെ അന്യപുരുഷനെ വിളിച്ച് വീട്ടിൽ കയറ്റിക്കൊണ്ടിരുന്നത്. അപ്പൊ പിന്നെ ഞാൻ ഇനി മാപ്പ് കൊടുക്കുന്നതിന് എന്താ അർത്ഥമുള്ളത്? രാത്രിയും കാലങ്ങളും ഇങ്ങനെ ഞാൻ ഇവരെ നേരിട്ട് വീണ്ടും പിടിച്ച പിന്നെ ഒരു കുറ്റസമ്മതം അല്ല അവിടെ നടക്കാൻ പോകുന്നത്. എന്നെ അവർ അപായപ്പെടുത്തുകയും ചെയ്യുള്ളൂ. വല്ല തലേനെ വെച്ച് എന്നെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ തന്നെ എനിക്കൊന്നും തടയാനോ ഒന്ന് പിടിച്ച് മാറ്റാൻ പോലും എനിക്ക് പറ്റില്ല. മുമ്പ് നിക്കപ്പളം മരുന്നുണ്ടെന്ന് ഇപ്പൊ ആൾക്കാർ പറഞ്ഞു. ഉമ്മക്ക് അറിയാവോ കൊച്ചെ? ഉമ്മക്ക് ഇവനെ സംശയിക്കാനും പറ്റിയല്ലായിരുന്നു. എന്നാന്നറിയാം, ഒരു വീട് പോലെ കഴിഞ്ഞോണ്ടിരുന്നതല്ലേ. സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ചതിയാവും നമ്മളോട് കാണിക്കുമെന്ന്. രാപകലില്ലാണ്ട് ഭക്ഷണം പോലും കഴിക്കാനല്ല ഞാൻ ഇവിടെ വന്ന് ഈ ഭഗവാന്റെ മുന്നിൽ വെച്ച് കരഞ്ഞിട്ടാണ് ഞാൻ ഡെയിലി പോണത്. അത് ഈശ്വരൻ കേൾക്കാതിരിക്കത്തില്ലല്ലോ. ഇന്നല്ല നാളെ അവനത് അനുഭവിച്ചിട്ട് എൻ്റെ കൺമുന്നിൽ കാണാനുള്ള അവസരം ദൈവം ഉണ്ടാക്കി തരുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. ഈ ഭഗവാനെ എന്നെയും ചതിച്ചിട്ടുണ്ട് അവൻ, ഭഗവാനെ ചതിച്ചിട്ടുണ്ട് അവൻ. അത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ഞാനതൊന്നും എണ്ണി പറയണില്ല. ഭഗവാൻ ഏത് രീതിയിൽ ചതിച്ചിട്ടുള്ളതെന്നും ജനങ്ങൾക്കറിയാം. കാര്യം അറിഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസം ഭഗവാനോട് തന്നെ പിണങ്ങി ഞാൻ മിണ്ടാതെ പോയിട്ടുണ്ട്. പക്ഷെ അന്നേരം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞടാ, ഇല്ല അത് നീ തൊഴാതെ പോകരുത്, അതിനുള്ളത് ഈശ്വരൻ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വന്ന് ഞാൻ മാപ്പും പറഞ്ഞിട്ട് ഞാൻ പിന്നെ അത് മുടക്കിയിട്ടില്ല. ഇപ്പോഴും ഈ ഈശ്വരൻ അവിടെ ഉണ്ടെങ്കിൽ അവൻ അനുഭവിച്ചിരിക്കുന്നു. ശരിക്കും എൻ്റെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ജീവിക്കണോ മരിക്കണോ എന്ന് പോലും പറ്റാത്തൊരവസ്ഥയാണ്. അതിപ്പോ എനിക്ക് മരിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ സ്വന്തമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ ജീവിതം തകർത്തത് 7 വർഷം എൻ്റെ കൂടെ ജീവിച്ച എൻ്റെ ഭാര്യയും കുഞ്ഞുനാളും മുതൽ എൻ്റെ കൂടപ്പുറപ്പിനെ പോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിതിൻ കാർത്തികൻ എന്നും പറഞ്ഞൊരു കൂട്ടുകാരനും കൂടെയാണ് എൻ്റെ ജീവിതം തകർത്തത്. ഈ കഥ നിങ്ങൾ അറിയണം. ഇനിയൊരു ഭിന്നശേഷിക്കാരൻ ആർക്കും എൻ്റെ അവസ്ഥ ഉണ്ടാവരുത്. അഭിലാഷിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും എൻ്റെ അമ്മയും മാത്രമല്ല, എൻ്റെ അച്ഛൻ എനിക്ക് 1 വയസ്സുള്ളപ്പോൾ മരിച്ചു പോയതാ. എൻ്റെ അച്ഛനെ കണ്ടിട്ട് എനിക്കൊരു ഓർമ്മ പോലും ഇല്ല. 24 വയസ്സിൽ എൻ്റെ അമ്മനെ കല്യാണം കഴിക്കാനായിട്ട് ഒരുപാട് പേര് എൻ്റെ അമ്മനെ നിർബന്ധിച്ചാണ്. അവർക്ക് മറ്റൊരു കല്യാണം പോലും കഴിക്കാണ്ട് എനിക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന സ്ത്രീയാണ്.
ആ എനിക്ക് പഠിക്കാനൊന്നും എൻ്റെ അമ്മക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. എൻ്റെ അമ്മക്ക് മീൻ കച്ചവടത്തിന് രാവിലെ പോയാൽ വൈകിട്ടേ വരുള്ളൂ. ആ സമയത്ത് എന്നെ കൊണ്ടാക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് എനിക്ക് പഠിക്കാനൊന്നും പറ്റില്ല. ഞാൻ സ്കൂളിന്റെ വരാതെ ഒന്നും കണ്ടിട്ടില്ല. എൻ്റെ അമ്മ എനിക്ക് ഒരു കുറവില്ലാണ്ട് എന്നെ അവിടെ വളർത്തിയത്. എൻ്റെ കൂടെ ഇറങ്ങി വന്ന പെണ്ണ് ഒരു പാട് മേടിക്കണമെങ്കിൽ എൻ്റെ അമ്മയുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു ഗതികേട് ഉണ്ടാവരുത്. അന്നൊരു മനസ്സിൽ ഞാനൊരു ഉറപ്പെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കലും അവൾ കൈ നീട്ടുന്ന ഒരു ഗതി ഉണ്ടാക്കരുത് എന്നുള്ള രീതിയിൽ ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടത്. ഈ മഴ വന്നാലും വെയിൽ വന്നാലും ഞാൻ വീട്ടിലിരിക്കത്തില്ല. മഴ നനഞ്ഞിട്ടാണെങ്കിലും വരുമായിരുന്നു. എൻ്റെ ലോട്ടറി തീർന്നില്ലെങ്കിൽ പിറ്റേ ദിവസം ആ കാശ് പോകും. അത് വിറ്റ് തീർത്തേ പറ്റുള്ളൂ എടുത്തിട്ട്. അതിന് വേണ്ടി പകലില്ലാണ്ട് ഞാൻ കിടന്നോടി. പിന്നെ ഞാൻ അവിടുന്ന് ഒരു പടിപടിയായിട്ട് ഞാൻ കയറി വരിക ചെയ്തത്. ഒരു ജനസേവന കേന്ദ്രം ഞാൻ തുടങ്ങി. മിഷൻസ് ഒക്കെ വാടകയ്ക്ക് തുടങ്ങുന്ന ഒരു ഇത് തുടങ്ങി. അങ്ങനെ ബാങ്കിങ് സേവനം തുടങ്ങി. പിന്നെ ഒരു വൈക്കത്ത് താലൂക്ക് ആശുപത്രിയിൽ ഒരു കോഫി മിഷൻ കട തുടങ്ങി. ഞാനും അവളും ഒരു പ്രാവശ്യം അവിടെ വീട്ടിൽ ചെല്ലുന്നത് ആദ്യം ഓട്ടോയ്ക്ക് ചെന്നു, പിന്നെ ടാക്സി പിടിച്ചെന്നു, പിന്നെ എന്റെ സ്വന്തം കാറിൽ ചെന്നു. അവൾക്ക് വണ്ടി ഓടിക്കാൻ പേടിയാണ്, ഞാൻ ഓടിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ മോട്ടിവേഷൻ ചെയ്തതാണ്. നമുക്ക് ഒരാളുടെ മുന്നിൽ കൈ നീട്ടരുത്, ഞാനും നീയും ഒറ്റയ്ക്ക് വേണം നമുക്ക് എല്ലാം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു അവളെ മെന്റലി സപ്പോർട്ട് ചെയ്തിട്ടാണ് അവളെ ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിച്ചത്. എത്ര സ്വപ്നങ്ങളായാലും അവൾക്ക് ഈ കഴിഞ്ഞ ഇത് പിടിക്കണേക്കാൾ ഒരു മാസം മുമ്പ് ഒരു ഡയമണ്ടിന്റെ മൂക്കുത്തി വേണമെന്ന് പറഞ്ഞിട്ട് അതുവരെ മേടിച്ച് ഞാൻ കൊടുത്തവനാണ് ഞാൻ. 4 പവന്റെ മാല മാറി ഒരു ചെറിയ 1 പവന്റെ മാല പൊട്ടിയിട്ട് അതെല്ലാം കൂടെ കൊടുത്ത് 4 പവന്റെ ഒരു മാല വാങ്ങിച്ചു കൊടുത്ത്. പെട്ടെന്നൊരു വളർച്ചയായിരുന്നു അഭിലാഷിന്റെ ജീവിതത്തിൽ. വർഷത്തെ മറ്റുള്ളവർക്ക് ഒരു അസൂയ തോന്നുന്നു, എന്റെ നാട്ടിലുള്ളവർ പലർക്കും അസൂയ തോന്നുന്ന രീതിയിലുള്ള ജീവിതമായിരുന്നു എന്റെ അവിടെ സ്വപ്നം അവള് പറഞ്ഞിട്ടിരുന്നത് എനിക്ക് ഇനി ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല, എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം. എനിക്കിപ്പോ ഒരു വീട് വെക്കണമെന്ന് എനിക്ക് ദൈവം സഹായിച്ച് എന്റെ അമ്മ ഒരു വീട് വെച്ച് തന്നിട്ടുണ്ട്. അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയെന്ന ഒറ്റ പേര് പറഞ്ഞത് കൊണ്ട് മാത്രമേ വീട് വെക്കാൻ വേണ്ടി ഞാൻ ഓടിയതാണ്. ഇപ്പൊ ഒരു കേസ് എവിടെ ചിട്ടി ഞാൻ പറഞ്ഞില്ല, 6 ലക്ഷം രൂപയുടെ ചിട്ട് പിന്നെ ചേർന്നു. അവിടെ പേരില ചേർന്നു, എന്റെ പേരിലല്ല. എനിക്ക് അവളെ വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അവിടെ പേര് ചിട്ടി ചേർത്തില്ല. അവിടെ കയ്യിൽ എപ്പോഴും ഒരു 10-15,000 രൂപയും കുറഞ്ഞത് എപ്പോഴും അവിടെ കയ്യിലുണ്ട്. അവൾക്ക് സ്വന്തമായിട്ട് ഓൺലൈൻ വഴി എന്ത് വേണേലും വാങ്ങിക്കാം. അവൾ കാർ എടുത്ത് അവള് തന്നെയാണ് എവിടെ പോവുകയും വരികയും ചെയ്യണം അവളുടെ ഇഷ്ടത്തിന്. അങ്ങനെ ഈ മേഖലയിൽ ഒരു പെൺകുട്ടി ഒരു കാർ ഓടിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ വീട്ടിൽ കാറില്ലെന്നല്ല കേട്ടോ പറഞ്ഞു, എല്ലാ കാറുള്ള വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പെണ്ണ് ഓടിക്കുന്നുണ്ടെങ്കിൽ അത് ഇവള് മാത്രമാണ്. ഗൾഫിൽ കിടന്ന് അവിടെ ചേട്ടൻ കഷ്ടപ്പെടുന്നേക്കാൾ നേട്ടങ്ങൾ ഞാൻ ഇവിടെ എന്റെ വീട്ടിൽ ഇരുന്നുണ്ട്, വീൽ ചെയറിൽ ഇരുന്നുണ്ട്. എന്റെ തലച്ചോറ് മാത്രമാണ് വർക്ക് ചെയ്തത്, അല്ലാണ്ട് കൈയും കാലും കൊണ്ടല്ല ഞാൻ വർക്ക് ചെയ്തത്. പഠിക്കാൻ പോലും പറ്റാത്ത ഒരാള് ഇന്നിപ്പോ ഒരു ജനസേവന കേന്ദ്രം നടത്തുന്നുണ്ട്. ആ ജനസേവന കേന്ദ്രത്തിൽ പലർക്കും സർക്കാരിന്റെ ആനുകൂല്യത്തെ പറ്റി എന്ത് അപേക്ഷ കൊടുക്കണം, എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിക്കാനുള്ളത് എന്റെ അടുത്താ ചോദിക്കുമ്പോൾ ഞാനാണ് അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നത്. ആ ലെവലിൽ ഞാൻ വളർന്ന ഒരാളാണ്. എങ്ങനെയാണ് അവരുടെ ഈ ഒരു ബന്ധം അഭിലാഷ് കണ്ടുപിടിച്ചത്? ഞാൻ എന്റെ കടയിൽ CC ക്യാമറ ഉണ്ടായിരുന്നു. ആ കടയിലെ CC ക്യാമറയിൽ ഇവന്റെ ഒരു കോള് വരുമ്പോൾ ഇവള് പെട്ടെന്ന് ക്യാമറ ഓഫ് ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ടുണ്ട്. അത് ഞാൻ അവിടെ കടയിൽ ചെന്നിട്ട് അവളോട് ചോദിച്ചത് എന്തിനാ ഓഫ് ചെയ്തതെന്ന് ഞാൻ ചുരുക്കി പറയുവാണ് കേട്ടോ. എനിക്ക് കൂടുതൽ അത് പറഞ്ഞപ്പോൾ തന്നെ അവള് അവിടെ മനസ്സിലൊന്നും ഇരിക്കാത്ത കൊണ്ട് ഒരു പെണ്ണായതുകൊണ്ടാണ് അവളെ എല്ലാ കുറ്റവും അപ്പം തന്നെ സമ്മതിച്ചു. അവനും അവിടെ വീട്ടുകാർ വന്നപ്പോൾ അവരുടെ മുന്നിൽ അവനും സമ്മതിച്ചു. അവന്റെ ഭാര്യ എടുത്തു അവൻ കുറ്റസമ്മതം നടത്തിയതിന്റെ അവന്റെ ഭാര്യ എന്നെ വിളിച്ച് സംസാരിക്കുന്ന വോയിസും ഉണ്ട്. ഞാൻ പറഞ്ഞു അവന്റെ വീട്ടിലേക്ക് ഞാൻ പോയി ചോദിക്കാൻ പോവാന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ ഇവിടെ ഓടി വന്ന് എന്റെ കാലിൽ പിടിച്ച് കരഞ്ഞിട്ടും പറഞ്ഞ് അവന്റെ ജീവിതം തകർക്കരുതെന്നാണ് അവള് പറയണത്. അവൾക്ക് എന്റെ ജീവിതം തകർത്തതിനെ പറ്റി ഒന്നുമല്ല അവള് പറയുന്നത്. അവന്റെ ജീവിതവും അവന്റെ കുടുംബവും സേഫ് ആക്കണം എന്നുള്ള ഒരു ചിന്താഗതി മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങനെയുള്ള ഒരാള് ഞാൻ എങ്ങനെ വീണ്ടും കൊണ്ടുവരും എന്റെ ജീവിതത്തിലേക്ക്? എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ബന്ധം ഇനിയും തുടർന്ന് കഴിഞ്ഞാൽ രാത്രിയും കാര്യങ്ങളും ഇങ്ങനെ ഞാൻ ഇവരെ നേരിട്ട് വീണ്ടും പിടിച്ചാൽ പിന്നെ ഒരു കുറ്റസമ്മതം അല്ല അവിടെ നടക്കാൻ പോകുന്നത്. എന്നെ അവർ അപായപ്പെടുത്തുകയും ചെയ്യുള്ളൂ. അല്ല തലേനെ ഒരു എന്നെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ തന്നെ എനിക്കൊന്നും തടയാനോ ഒന്ന് പിടിച്ച് മാറ്റാൻ പോലും എനിക്ക് പറ്റില്ല. എന്റെ കാര്യം അവിടെ തീരും. ഈ പ്രശ്നങ്ങളെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ഈ നിതിൻ അഭിലാഷിന്റെ ഭാര്യയെ സ്വീകരിക്കാൻ തയ്യാറായോ? ഇല്ല, അവൻ ഒരിക്കലും സ്വീകരിക്കത്തില്ലല്ലോ. അവൻ അതിനു വേണ്ടിയിട്ടല്ലായിരുന്നു. അവൻ അവന്റെ ഭാര്യയും കൊച്ചുങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഈ എന്റെ കുറവുകൾ അറിഞ്ഞിട്ട് എനിക്കൊരു കുട്ടി ഉണ്ടാവാൻ പാടാന്ന് പോലെ അറിഞ്ഞിട്ട് എന്റെ അടുത്തുനിന്ന് പിന്മാറാത്തൊരു പെണ്ണ് എന്നെ ചതിക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുമോ? എന്റെ ജീവിതം തകർത്തിട്ട് ഞാൻ അവന്റെ ഭാര്യ അവനും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. ഞാനത് കാണുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി കൊണ്ടുവന്ന പൈസയാണ് എല്ലാം അവളെ പറ്റിച്ചെടുത്തോണ്ട് പോവുകയും എന്റെ ജീവിതവും തൈലാണ്ടാക്കി. ഇപ്പൊ ഞങ്ങൾ ഡൈവോഴ്സാണ്. എനിക്കൊന്നുമില്ല. അവൻ എന്റെ എല്ലാ അവസ്ഥയും അറിയാവുന്ന, അവന്റെ ഭാര്യയായിട്ട് കൊച്ചുമായിട്ട് അവൻ സന്തോഷമായിട്ട് ജീവിക്കുന്നത്, ഒരു കുഴപ്പമില്ലാത്ത നാട്ടിലെല്ലാവർക്കും അറിയാം അവന് ബന്ധം ഉണ്ടായത്. എനിക്ക് എന്റെ താലി എടുത്ത് തന്ന് കെട്ടിക്കാൻ തന്നവര് അവനാണ്. അവനാണ് ഈ ചതി എന്നോട് കാണിച്ചത്. 18 വയസ്സ് കഴിഞ്ഞ സ്ത്രീക്കും പുരുഷനും സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഇതുണ്ട് എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ആരെ സ്നേഹിക്കണം ആരെ സ്നേഹിക്കണ്ട, ഇന്ന പോലെ ജീവിക്കണം എന്നൊക്കെ അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളാണ് എന്ന് വെച്ചിട്ട് ഒരാളെ ജീവിതത്തിലേക്ക് ചെന്നിട്ട്, അതായത് ഇങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ചെന്നിട്ട് അവരെ നശിപ്പിക്കുന്ന പ്രവണത നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക്
ഞാൻ രണ്ടുപേരെയും കുറ്റം പറയുന്നതല്ല. എന്തെന്ന് വെച്ചാൽ ആരെ സ്നേഹിക്കണം, ആരെ സ്നേഹിക്കണ്ട, ആരെ കൂടെ ജീവിക്കണം, ആരെ കൂടെ ജീവിക്കണം, അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ അങ്ങനെ പോയതെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഈ ഒരു വീൽ ചെയറിൽ ജീവിക്കുന്ന ആ ഒരു മനുഷ്യനെ ഇങ്ങനെ പറ്റൂലെങ്കിൽ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോവുക. അല്ലാണ്ട് അവരെ ജീവിതത്തിൽ നിന്നുകൊണ്ടിട്ട് ചതിക്കുക എന്നൊക്കെ പറയുന്നത് മോശപ്പെട്ട പരിപാടിയാണ്. എന്താ ചെയ്യല്ലേ, മനുഷ്യന്മാര് പലവിധമാണ്, പല സ്വഭാവക്കാരാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അവരവർ ചെയ്യുന്നു. പിന്നെ ഇതുപോലത്തെ കാര്യങ്ങൾ കാണുമ്പോൾ വിഷമം തോന്നലുണ്ട്. ഇതുപോലത്തെ അല്ല നമ്മളെ ലോകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളായാലും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ.